In this lecture, we will discuss the definition of analytic functions, and also we will discuss a necessary condition for a function to be analytic, that is the Cauchy-Riemann equation. Analyticity at a point. When we can say that a function w equal to f of z is analytic at a point, z naught എന്നുള്ളത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. w equal to f of z എന്നുള്ളത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ z naught എന്നുള്ള പോയിന്റിൽ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആവുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ this function f of z is said to be analytic at a point z naught if f is differentiable at z naught, and f is differentiable at every point in some neighborhood of z naught. അതായത് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അനാലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ പോയിന്റിൽ എന്തായിരിക്കണം, ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. മാത്രമല്ല ആ പോയിന്റിന്റെ ഏതെങ്കിലും ഒരു നൈബർഹുഡിലെ എല്ലാ പോയിന്റിലും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതായത് ഒരു പോയിന്റ് അനാലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് we can find we have to find a neighborhood of z naught such that f of z is differentiable at all point in the neighborhood. അപ്പോൾ ആ ഒരു പോയിന്റിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് എന്ത് പറയാൻ പറ്റില്ല, എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. ആ പോയിന്റിൽ z നോട്ടിൽ അനാലിറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. ഒരു പോയിന്റിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ആ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആവണം. അതുപോലെ തന്നെ അതിന്റെ ഏതെങ്കിലും ഒരു നൈബർഹുഡിൽ, എല്ലാ നൈബർഹുഡിലും വേണ്ട, നമുക്ക് ഇഷ്ടം പോലെ നൈബർഹുഡ് എടുക്കുന്ന ആവശ്യമില്ല, ഏതെങ്കിലും ഒരു നൈബർഹുഡിൽ നമുക്ക് എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്തായിരിക്കണം, അനാലിറ്റിക് ആയിരിക്കണം. ഓക്കെ, അതായത് അനാലിറ്റിസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് എ നൈബർഹുഡ് പ്രോപ്പർട്ടി. അതായത് ഒരു പോയിന്റിലെ മാത്രം ഡിഫറൻഷ്യബിലിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പൊ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ് does not imply analyticity at a point. അതായത് ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് ഒരു ഫംഗ്ഷൻ എന്നതുകൊണ്ട് എന്തായിരിക്കണം എന്നില്ല, ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ അനാലിറ്റിക് ആവണമെന്നില്ല. ഓക്കെ, കാരണം അതിന്റെ ഒരു നൈബർഹുഡിലെങ്കിലും എല്ലാ പോയിന്റ്സിലും കൂടെ എന്തായിരിക്കണം, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ ഡെഫിനിഷൻ എഴുതാം. എ ഫംഗ്ഷൻ, എ കോംപ്ലക്സ് ഫംഗ്ഷൻ, റൈറ്റ്, എ കോംപ്ലക്സ് ഫംഗ്ഷൻ w equal to f of z is said to be analytic at a point z naught if ഒരു പോയിന്റിന്റെ കേസാണ് പറയുന്നത് കേട്ടോ, if it is differentiable, this means is f is differentiable at z naught and at every point in some neighborhood of z naught. Clear? So ഒരു പോയിന്റിലെ അനാലിറ്റിസിറ്റി ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. Okay, so a function f is analytic in a domain D if it is analytic everywhere in the D. ഒരു ഡൊമൈനിൽ നമ്മൾ അനാലിറ്റിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഡി എന്ന ഡൊമൈനിൽ അനാലിറ്റിക് ആണ്, മൊത്തത്തിൽ അനാലിറ്റിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ആ ഡൊമൈനിലെ എല്ലാ പോയിന്റും എന്തായിരിക്കണം, അനാലിറ്റിക് ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് എന്താ പറയാം, എ ഫംഗ്ഷൻ എഫ് ഇസ് അനാലിറ്റിക് in a domain D if it is analytic at every point in D. Okay, അപ്പോൾ ഈ അനാലിറ്റിസിറ്റിയുടെ ഡെഫിനിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ് ഡസ് നോട്ട് ഇംപ്ലൈ ദി അനാലിറ്റിസിറ്റി അറ്റ് എ പോയിന്റ്. ഓക്കെ, അനാലിറ്റിസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് എ നൈബർഹുഡ് പ്രോപ്പർട്ടി. ഒരു പോയിന്റിൽ അനാലിറ്റിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയാൽ പോരാ എന്നർത്ഥം. ക്ലിയർ? അപ്പോൾ ഒരു പോയിന്റിൽ അനാലിറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും എന്തായിരിക്കും, ഒരു പോയിന്റ് ഇപ്പോൾ z നോട്ട് എന്നുള്ള പോയിന്റിൽ അനാലിറ്റിക് ആണ് എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് f of z is differentiable at z naught, റൈറ്റ്? ഡിഫറൻഷ്യബിൾ ആയിരിക്കും z നോട്ടിൽ നമുക്ക് ഓൾറെഡി പറയാൻ പറ്റും, പക്ഷെ തിരിച്ചു വരാൻ പറ്റില്ല എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ,
f of z is equal to mod z square. Mod z square എന്ന് പറഞ്ഞാൽ x square plus y square. നമ്മളൊരു ഹോംവർക്ക് ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് ദി പോയിന്റ് z നോട്ട്. അല്ലേ? f of z is equal to mod z whole square is differentiable only at z. z is equal to 0. 0 എന്നുള്ള പോയിന്റിൽ മാത്രമേ എന്തുള്ളൂ ഇത് ഡിഫറൻഷ്യബിൾ ആവുന്നുള്ളൂ, വേറൊരു പോയിന്റിലും ഡിഫറൻഷ്യബിൾ അല്ല. ബട്ട് ഓക്കെ, കോംപ്ലക്സ് പ്ലെയിനിൽ 0 എന്നുള്ള പോയിന്റിൽ മാത്രമേ ഇത് ഡിഫറൻഷ്യബിൾ ആവുന്നുള്ളൂ. ഓക്കെ, നമുക്കറിയാം. സോ അങ്ങനെയെങ്കിൽ ഇത് അനാലിറ്റിക് ആണോ? ഈ ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ആകുന്ന പോയിന്റ് ആകെ ഉള്ളത് എന്തേ ഉള്ളൂ? 0 ഉള്ളൂ. ഓക്കെ, സോ 0 എന്നുള്ള പോയിന്റിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ ആവുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് പറയാം? Therefore f is nowhere analytic. ഒരു പോയിന്റിലും അനാലിറ്റിക് അല്ല. ഓക്കെ, 0 അല്ലാത്ത എല്ലാ പോയിന്റിലും ഇത് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഡയറക്ട്ലി അത് എന്തല്ല അവിടെ അനാലിറ്റിക് അല്ല. Now z equal to 0 എന്നുള്ള പോയിന്റിൽ ഇത് ഡിഫറൻഷ്യബിൾ ആണ്. പക്ഷേ ഈ പോയിന്റിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ ഉള്ളൂ. അതിന്റെ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും, ഏത് ചെറിയ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിലെ നൈബർഹുഡിലെ പോയിന്റ്സിൽ എന്തല്ല ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. കാരണം ഡിഫറൻഷ്യബിൾ ആകുന്ന ഏക പോയിന്റ് എന്തേ ഉള്ളൂ? z is equal to 0 മാത്രമേ ഉള്ളൂ. So we can say that f of z is not analytic at z equal to 0. ബാക്കിയുള്ള പോയിന്റിലേക്ക് ഓൾറെഡി എന്തല്ല ഡിഫറൻഷ്യബിൾ അല്ല, അതുകൊണ്ട് ഡയറക്ട്ലി അനാലിറ്റിക് അല്ല. ഓക്കെ, സോ f of z is here f of z is equal to mod z square is nowhere analytic. Nowhere analytic എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ അനാലിറ്റിക് ഒരു പോയിന്റിൽ അനാലിറ്റിക് ആവണമെങ്കിൽ ആ പോയിന്റിലും അതിന്റെ ഏതെങ്കിലും ഒരു നൈബർഹുഡിലെങ്കിലും എന്തായിരിക്കണം? എല്ലാ പോയിന്റിലും അനാലിറ്റിക് ആയിരിക്കണം. പക്ഷെ ഇവിടെ ആകെ ഇത് അനാലിറ്റിക് ആവുന്ന പോയിന്റ് z equal to 0 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 0യിൽ പോലും എന്തല്ല ഇത് അനാലിറ്റിക് അല്ല. ഇറ്റ് ഈസ് നോവർ അനാലിറ്റിക്. ക്ലിയർ? അപ്പം നിങ്ങൾ ഇത് ഞാൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ f of z is equal to some z cube or z square etc. ഓക്കെ, പോളിനോമിയൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം polynomials are differentiable everywhere. Okay, it is differentiable everywhere in the complex plane. Everywhere in the complex plane. Complex plane le എല്ലാ പോയിന്റിലും എന്തായിരിക്കും? പോളിനോമിയൽസ് ഒക്കെ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ പോയിന്റും എന്തായിരിക്കും? ഇത് അനാലിറ്റിക് ആയിരിക്കും. കാരണം ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ പോയിന്റിൽ മാത്രമല്ല അതിന്റെ ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പൊ ഈ പോയിന്റിൽ എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആണ്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കാരണം ഇത് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണല്ലോ. സോ വി ക്യാൻ സേ ദാറ്റ് f of z is analytic everywhere in the complex plane. Therefore f of z is analytic everywhere in the complex plane. ഡെഫിനിഷൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതായത് എല്ലാ പോളിനോമിയൽസും എന്തായിരിക്കും? അനാലിറ്റിക് എവരിവെയർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ പോയിന്റിലും അനാലിറ്റിക് ആകുന്ന ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് entire function. Entire function. So we can define the entire function as a function f of z is said to be entire function if it is analytic everywhere in the complex plane. So you can write the definition. Okay, a function f of z is said to be entire function if it is analytic everywhere in the complex plane. അതായത് കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ പോയിന്റിലും അനാലിറ്റിക് ആണെങ്കിൽ we can say that that function is entire function. Okay, ഫോർ എക്സാമ്പിൾ പോളിനോമിയൽസ്. അപ്പോൾ പോളിനോമിയൽസ് ഒക്കെ എന്തായിരിക്കും? entire ഫംഗ്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോഷി റീമാൻ ഇക്വേഷൻസ് ആണ്. കോഷി റീമാൻ ഇക്വേഷൻസ്. ഈ കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു നെസസറി കണ്ടീഷൻ ഫോർ അനാലിസിറ്റി എന്ന് പറയാൻ പോകുന്നത്. അതായത് അനാലിറ്റിക് ആവാനുള്ള നെസസറി കണ്ടീഷൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് തിയറം പറയാം. അതായത് കോഷി റീമാൻ ഇക്വേഷൻ ആണ് തിയറം പറയുന്നത്. സപ്പോസ് f of z is equal to u
xy plus I into vxy is differentiable at a point z. A point z is equal to x plus iy. Then at z, the first order partial derivatives of u and v exist and satisfy the Cauchy-Riemann equations. Cauchy-Riemann equations. Simply നമുക്ക് വേണമെങ്കിൽ CR equations എന്ന് പറയാം. Cauchy-Riemann equations എന്ന് പറഞ്ഞാൽ ഇതാണ് dou u by dou x equal to dou v by dou y. This is v. And dou v by dou x, or dou u by dou y is equal to minus dou v by dou x. Okay. Simply നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ux equal to vy and uy equal to minus vx. Clear? ux equal to vy and uy equal to minus vx. ഇതാണ് ഒരു തിയറം. ഈ തിയറം ഒന്ന് വായിച്ചു നോക്കുക. Suppose f of z is equal to u plus iv. f of z equal to u plus iv is differentiable at a point z. Okay. z എന്നുള്ള പോയിന്റിൽ ഇത് f of z equal to u plus iv differentiable ആണെങ്കിൽ then at that point z, the first order partial derivatives ux, uy, vx exist and satisfy the Cauchy-Riemann equations. This is the Cauchy-Riemann equation, ux equal to vy and uy equal to minus vx. അപ്പോൾ ഈ ഒരു തിയറത്തിൽ നിന്ന് നമ്മളത് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ഇതെന്താണ് തിയറം പറയുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ പറഞ്ഞു അനാലിറ്റിസിറ്റിക്കുള്ള ഒരു നെസസറി കണ്ടീഷൻ ആണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇവിടെ അനാലിറ്റിസിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻഷ്യബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്നല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഓക്കെ ദെൻ ദാറ്റ് ഇംപ്ലൈസ് എന്താ പറയാ the real part and imaginary part of that function has the first order partial derivatives and that satisfies the Cauchy-Riemann equations. Okay. അതായത് ഇതിന്റെ അർത്ഥം Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്നല്ല. ക്ലിയർ? എന്താ ഇതിൽ പറയുന്നുള്ളൂ, f differentiability implies u, v satisfies CR equations. Okay, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. f ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ യുവും വിയും CR equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുന്ന് കോൺവേഴ്സ് എന്തല്ല ഇതിൽ പറഞ്ഞിട്ടില്ല. ക്ലിയർ? അതായത് യുവും വിയും CR equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ u plus iv, this is u plus iv, f ഡിഫറൻഷ്യബിൾ ആണ് എന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. ക്ലിയർ? അത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. ഓക്കെ, നൗ നമ്മളിതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒരു പോയിന്റിൽ മാത്രം കേസാണ് പറഞ്ഞത്. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ദി റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദാറ്റ് എഫ് സാറ്റിസ്ഫൈസ് Cauchy-Riemann equations എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പ്രൂഫ് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും നോക്കാം. ഓക്കെ, നമുക്കറിയാം എഫ് ഡാഷ്, അതായത് എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സിൻസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ, f dash of z exists. Clear? So therefore the limit f dash of z എന്താണ്, limit or f dash of z is equal to at a point z എന്നാണ് പറഞ്ഞിട്ടുള്ളത്. limit delta z tends to 0 f of z plus delta z minus f of z divided by delta z exists. ഈ ലിമിറ്റ് എന്തായിരിക്കും, എക്സിസ്റ്റ് ചെയ്യും. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ these are the partial derivatives of u and v and u and v are the real part and imaginary part of this f. ക്ലിയർ? സോ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ റൈറ്റിംഗ് f of z is equal to u of xy plus I v of xy and delta z is equal to delta x plus I delta y. അല്ലേ, z is equal to x plus I y ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡെൽറ്റ z നെ നമുക്ക് ഡെൽറ്റ x plus I delta y എന്ന് എഴുതാൻ പറ്റും. Now therefore from this ഈ
ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിങ്ങനെ പറയാൻ പറ്റും, എഫ് ഓഫ് ഇസഡ് ഇതായതുകൊണ്ട് തന്നെ എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എങ്ങനെ എഴുതാൻ പറ്റും? therefore എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് can be written as u of x plus delta x comma v of x plus u of x plus delta x. Here u is a function of x and y, so x plus delta x, y plus delta y plus I into v of x plus delta x comma y plus delta y. In example, clear? So our f dash of z is nothing but equation number 1 can be written as apply f dash of z is equal to limit delta z tends to 0. F of z plus delta z is this. So this is u of x plus delta x, y plus delta y plus I into v of x plus delta x, y plus delta y minus f of z. F of z is equal to u plus iv. So minus u of xy minus I into v of xy. Clear? Divided by what? Delta z. Delta z is delta x plus I delta y. So this is f dash of z. നമുക്കറിയാം f dash of z എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെൽറ്റ z can be approached to 0 in any direction. Okay. So ഇങ്ങനെ എഴുതാൻ പറ്റും, since this limit exists, delta z can approach to 0 in any direction in the complex plane. Okay. അപ്പോൾ ഏത് ഡിറക്ഷനിലൂടെ നമ്മൾ, അതായത് ഏത് പാത്തിലൂടെ ഡെൽറ്റ ഇസഡ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ലിമിറ്റ് എഫ് ഡാഷ് ഓഫ് ഇസഡിന്റെ വാല്യൂ അല്ലെങ്കിൽ ഈ ലിമിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്നുള്ള ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. സോ ഇൻ പർട്ടിക്കുലർ ഇഫ് ഡെൽറ്റ ഇസഡ് അപ്രോച്ചസ് ടു 0 horizontally means on this direction. Okay. ഈ ഡയറക്ഷനിലൂടെ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഡയറക്ഷനിൽ ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മൾ പറയുന്ന കേസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ ഐ ഡെൽറ്റ വൈ ആണ്. അപ്പോൾ ഈ ഹോറിസോണ്ടലി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ എക്സ് അപ്രോച്ചസ് ടു 0. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് എങ്ങനെ വരും നോക്കാം. ഈ ലിമിറ്റ് നമ്പർ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇംപ്ലൈസ് f dash of z is equal to limit delta x approaches to 0 and delta y എന്തായിരിക്കും? 0 നമ്മൾ കൊടുത്തു. Okay, this is nothing but u of x plus delta x comma y, for delta y equal to 0, plus I into v of x plus delta x into comma y minus u of xy minus I into v of xy. Okay, divided by what? Delta x. Really? ഇതിനിങ്ങനെ എഴുതാൻ പറ്റും. സോ ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 u of x plus delta y, x plus delta x comma y minus u of xy divided by delta x, ഇതും എടുത്തു, plus I into limit delta x tends to 0 v of x plus delta x comma y minus v of xy divided by delta x. Okay, ഇങ്ങനെ രണ്ട് ലിമിറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമുക്കറിയാം by the definition of the partial derivatives this is nothing but dou u by dou x. Okay, this is as delta x tends to 0 and this is nothing but dou u by dou x plus I into this is dou v by dou x. Okay, ചേഞ്ച് വരുന്ന എവിടെയാണ്? വിയിലാണ്, എക്സിലാണ്. അപ്പോൾ dou v by dou x. Okay, so dou v by dou x, this is dou u by dou x and this is dou v by dou x. Okay, so f dash of z is equal to dou u by dou x plus I into dou v by dou x. If we take the path delta z tends to 0 horizontally, okay,
ഇതേപോലെ ഇതിന് ഞാൻ ഒരു സ്റ്റാർ ഞാൻ കൊടുത്തു. ഇതേപോലെ ഞാൻ എടുക്കണം. നെക്സ്റ്റ്, if delta z tends to 0 vertically 0യിലേക്ക് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഇതിലൂടെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യിലേക്ക് ഇതിലൂടെ അപ്രോച്ച് ചെയ്യാം. സോ എക്സ് ഡെൽറ്റ വൈ എന്തായിരിക്കും, സോറി ഡെൽറ്റ എക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. എക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് 0 ആയിരിക്കും. ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു 0, ഡെൽറ്റ വൈ ടെൻസ് ടു 0. റൈറ്റ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ എക്സ് ടെൻസ് ടു അപ്രോച്ചസ് ടു 0. So this limit can be written as equation number 2. ഈ ലിമിറ്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, f dash of z is equal to, equation number 2 can be written as f dash of z is equal to limit delta z tends to 0, okay, or delta x tends to 0, sorry y tends to 0 എന്ന് എഴുതാൻ പറ്റും, of what, ഇവിടെ വരുന്നത് ഡെൽറ്റ y tends to 0, u of x plus delta x ഉണ്ടാവും, sorry delta x ആണ് 0, അപ്പോൾ u of x comma y plus delta y plus I into v of x plus 0 plus y plus delta y, etc. So this is u of x comma y plus delta y plus I into v of x y plus delta y minus u of xy minus I into v of xy, okay, divided by delta x plus delta y, പക്ഷേ delta x 0 ആയതുകൊണ്ട് തന്നെ I delta y. ക്ലിയർ, ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം, ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 u of x y plus delta y minus this u of xy divided by I delta y plus the second limit is delta y tends to 0. ഈ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും, കാരണം നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് ഇസെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ലിമിറ്റും ഇനി എഴുതാൻ പോകുന്ന ഈ ലിമിറ്റും എന്തായിരിക്കും, എക്സിസ്റ്റ് ചെയ്യും. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0, സെക്കൻഡ് ഇസ് ഹിയർ ഇസ് I. സോ can write this plus I into this, I into limit delta y tends to 0 v of x y plus delta y minus e I in പുറത്തെടുത്ത് കഴിഞ്ഞാൽ v of x comma y divided by I delta y. ഓക്കെ, സോ ഈ രണ്ട് ലിമിറ്റ് ആയിരിക്കും. സോ ഇവിടെ തന്നെ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ഈ ഒരു I പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/i എന്ന് വരും, 1/i into limit delta y tends to 0 u of x y plus delta y minus u of xy divided by delta y എന്ന് വരും. ഇവിടെ ഐയും ഐയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 v of x y plus delta y minus v of xy divided by delta y, നമ്മൾ I divide ചെയ്ത് കഴിഞ്ഞു. Now we know by definition of the partial derivatives, this is nothing but 1/i into dou u by dou y plus this is nothing but dou v by dou y. Okay, വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു I മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, സോ I square is -1, so this is dou v by dou y, here is minus I, right, minus I into dou u by dou y. Number this as some hash, this is f dash of z. നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് ഇസെറ്റ് ഏത് പാത്തിലൂടെയാണെങ്കിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, അത് ഈക്വൽ ആയിരിക്കും നമ്മൾ പറഞ്ഞു. സോ കമ്പയറിങ് ദീസ് ടു, ഓക്കെ, ഇതും ഈ ലിമിറ്റും ഇതും ഈക്വൽ ആയിരിക്കും, ഏത് പാത്തിലൂടെയും എഫ് ഡാഷ് ഓഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സിൻസ് എഫ് ഡാഷ് ഓഫ് ഇസെറ്റ് എക്സിസ്റ്റ് ഫ്രം star and hash, we have what, ഇതിൽ റിയൽ പാർട്ടും അതിൽ റിയൽ പാർട്ടും നോക്കിക്കഴിഞ്ഞാൽ റിയൽ പാർട്ട് എന്തായിരുന്നു, ഇവിടെ ux ആണ്, ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. we have dou u by dou x is equal to dou v by dou y, and in imaginary part equate ചെയ്ത് കഴിഞ്ഞാൽ dou v by dou x is equal to minus dou u by dou y. So dou u by dou y is equal to minus dou v by dou x, which are the Cauchy-Riemann equations.
ക്ലിയർ. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈ ഒരു തിയറം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നെസസറി കണ്ടീഷൻ ഫോർ ദിസ് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ നെസസറി കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എ പോയിന്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് ആണ്. ഓക്കെ, നെസസറി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത് പറഞ്ഞു എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഇംപ്ലൈസ് യു ആൻഡ് വി സാറ്റിസ്ഫൈസ് കോഷി-റീമാൻ ഇക്വേഷൻസ്. അതാണ് ഇത് പറയുന്നത്. അതിൻ്റെ അർത്ഥം ദി നെസസറി കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസെഡ് to be differentiable at a point z, necessary condition for a function f of z equal to u plus iv is differentiable at a point z is that the first order partial derivatives of the real and imaginary part u and v exist and satisfy the Cauchy-Riemann equations. Necessary condition എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഇത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യാം. This f equal differentiability implies u and v satisfy the Cauchy-Riemann equation. ഇതാണ് നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഫംഗ്ഷൻ എഫ് ഡിഫറൻഷ്യബിൾ ആണല്ലോ നെസസറി കണ്ടീഷൻ ആണ്, യുവും വിയും സാറ്റിസ്ഫൈ ദി Cauchy-Riemann equation എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ തിയറം ഉപയോഗിച്ച് നമ്മൾ എന്ത് പറഞ്ഞു, എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഇസ് ഡിഫറൻഷ്യബിൾ അല്ലെ അറ്റ് എ പോയിന്റ് ഇസെഡ് ഇംപ്ലൈസ് u, v satisfies the Cauchy-Riemann equations. അതല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു പോയിന്റ് സെറ്റിൽ u പ്ലസ് ഐ വി ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ u ആൻഡ് v satisfies the Cauchy-Riemann equations. അപ്പോൾ നമ്മൾ അനാലിറ്റിസിറ്റിയിലേക്ക് കടക്കാം. ഒരു ഡൊമൈനിൽ ഒരു പോയിന്റ് ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് വിചാരിക്കുക. ഈ ഡൊമൈനിൽ മൊത്തം അനാലിറ്റിക് ആണെങ്കിൽ ഡൊമൈനിലെ എല്ലാ പോയിന്റും എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സോ വി ക്യാൻ റൈറ്റ് f of z is equal to u plus iv is analytic in a domain D. ഒരു ഡൊമൈൻ ഡിയിൽ മൊത്തം അനാലിറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഡിയിലെ എല്ലാ പോയിന്റ്സിലും u and v satisfies the Cauchy-Riemann equations. Okay, implies u, v satisfies Cauchy-Riemann equations at every point in D. Clear ആണോ? ഇതാണ് നമ്മൾ അനാലിറ്റിസിറ്റിയുടെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റിലല്ല ഒരു ഡൊമൈനിൽ മൊത്തം ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എങ്കിൽ we can say that u and v satisfies the Cauchy-Riemann equation at a given point at every point in D എന്ന് പറയാൻ പറ്റും. So this is the necessary condition for analyticity. Okay, അപ്പോൾ ഇതിൽ ഓർത്തിരിക്കുക, യുവും വിയും ഒരു പോയിന്റിൽ Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് പറയാൻ പറ്റില്ല, ആ പോയിന്റ് അനാലിറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ, പോയിന്റിൽ അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോയിന്റ് അനാലിറ്റിക് ആണെങ്കിൽ എന്തായാലും അവിടെ ഡിഫറൻഷ്യബിൾ ആണല്ലോ. ഒരു പോയിന്റ് അനാലിറ്റിക് ആണെങ്കിൽ അവിടെ എന്ത് Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡൊമൈനിൽ മൊത്തം അനാലിറ്റിക് ആണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ മൊത്തം u and v satisfies the Cauchy-Riemann equation എന്ന് പറയാൻ പറ്റും. ക്ലിയർ. പക്ഷെ തിരിച്ച് ഒരു പോയിന്റിൽ നമുക്ക് യുവും വിയും സാറ്റിസ്ഫൈസ് ദി Cauchy-Riemann ഇക്വേഷൻ എന്നാണെന്ന് എഴുതിയിട്ട് ആ പോയിന്റിൽ എഫ് ഓഫ് ഇസെഡ് അനാലിറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റിക്കോളുന്നില്ല. ക്ലിയർ. ഡിഫറൻഷ്യബിൾ ആണെന്നും പറയാൻ പറ്റിക്കോളുന്നില്ല.